ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിപ്പോൾ SCERT ചാപ്റ്റേഴ്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിന് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ പൊതുച്ചെലവും പൊതുവരുമാനവും എന്നതാണ്. അപ്പോൾ പൊതുച്ചെലവ് എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലുണ്ട്: വികസന ചെലവും വികസനേതര ചെലവും. വികസന ചെലവ് എന്ന് പറഞ്ഞാൽ നമ്മളെ രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്, അതായത് റോഡ്, പാലം എന്നിവ നിർമ്മിക്കാൻ, തുറമുഖം എന്നിവയുടെ നിർമ്മാണത്തിന്, പുതിയ പുതിയ സംരംഭങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ടെല്ലാം ഉപയോഗിക്കുന്ന ആ ഒരു ചെലവിനെയാണ് വികസന ചെലവ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് വികസനേതര ചെലവ്. വികസനേതര ചെലവ് എന്ന് പറഞ്ഞാൽ വികസനത്തിലല്ലാത്തത്, ഈ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് മുൻതൂക്കം നൽകുന്ന കാര്യങ്ങൾ, പിന്നെ രാജ്യത്തിൻ്റെ ബാക്കിയുള്ള സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചിലവാക്കുന്നത്, അതൊക്കെയാണ് പൊതുച്ചെലവ്. അപ്പോൾ അതിന് എക്സാമ്പിൾ വികസന ചെലവിന് നമ്മൾ പറഞ്ഞു റോഡ്, പാലം, തുറമുഖം തുടങ്ങിയവയുടെ നിർമ്മാണം. വികസനേതര ചെലവ് എന്ന് പറഞ്ഞാൽ യുദ്ധം, പലിശ, പെൻഷൻ എന്നിവയ്ക്ക് വേണ്ടിയിട്ടുള്ള ചെലവാണ് വികസനേതര ചെലവ്. ഇതിൽ പൊതുവരുമാനം എന്ന് പറഞ്ഞാൽ പൊതുവരുമാനം നമുക്ക് കിട്ടുന്നത് നികുതിയിലൂടെ വരുമാനം കിട്ടാം. അതേപോലെ തന്നെ നികുതിയേതര വരുമാനം, നികുതിയിൽ നിന്നല്ലാതെ നമുക്ക് വരുമാനം കിട്ടും. അതാണ് നികുതിയേതര വരുമാനം. പൊതുവരുമാനം രണ്ട് രീതിയിലുണ്ട്: നികുതി വരുമാനവും നികുതിയേതര വരുമാനവും. അപ്പോൾ ഇതിൽ നികുതികളെ കുറിച്ചാണ് പറയുന്നത്. നികുതികൾ രണ്ട് തരത്തിലുണ്ട്: പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതിയും. അപ്പോൾ ഈ നികുതികൾ എന്ന് പറഞ്ഞാൽ ഈ സർക്കാരിൻ്റെ പ്രധാന വരുമാന സ്രോതസ്സാണ് നികുതികൾ. പൊതു താൽപ്പര്യത്തിന് വേണ്ടിയുള്ള ചെലവുകൾ വഹിക്കാനായി ജനങ്ങൾ സർക്കാരിന് നിർബന്ധമായും നൽകേണ്ട പണമാണ് നികുതി. എന്താണ്? പൊതു താൽപ്പര്യത്തിന് വേണ്ടിയുള്ള ചെലവുകൾ വഹിക്കാനായി ജനങ്ങൾ സർക്കാരിന് നിർബന്ധമായും നൽകേണ്ട പണമാണ് നികുതി. നികുതി നൽകുന്ന വ്യക്തിയെ നികുതിദായകർ എന്ന് വിളിക്കുന്നു. അപ്പം നികുതികൾ രണ്ട് രീതിയിലുണ്ടെന്ന് പറഞ്ഞു: പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതിയും. അതിൽ ആദ്യത്തേത് പ്രത്യക്ഷ നികുതി. ആരിലാണോ നികുതി ചുമത്തുന്നത് അയാൾ തന്നെ നികുതി അടക്കുന്ന രീതിയാണ് പ്രത്യക്ഷ നികുതി. അപ്പോൾ ആ നികുതി അടക്കുന്ന അയാൾ അറിഞ്ഞുകൊണ്ടാണ് ആ നികുതി അടക്കുന്നത്. അപ്പോൾ ആരിലാണോ ഒരു നികുതി ചുമത്തുന്നത് അയാൾ തന്നെ നികുതി അടക്കണം പോയിട്ട്. അതാണ് പ്രത്യക്ഷ നികുതി. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രത്യക്ഷ നികുതികൾ: ഒന്നാമത്തേത് വ്യക്തിഗത ആദായ നികുതി, പേഴ്സണൽ ഇൻകം ടാക്സ്. അതെന്ന് പറഞ്ഞാൽ വ്യക്തിഗത ആദായ നികുതി, പേഴ്സണൽ ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ ആദായ നികുതി നിയമം 1961 പ്രകാരം കേന്ദ്ര സർക്കാരാണ് ഈ നികുതി പിരിക്കുന്നത്. വരുമാനത്തിന്മേൽ ചുമത്തുന്ന നികുതി. നിശ്ചിത വരുമാന പരിധിക്ക് മുകളിൽ വരുന്ന തുകയ്ക്കാണ് നികുതി പിരിക്കുക. വ്യക്തിഗത ആദായ നികുതി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ വരുമാനത്തിന് മേൽ ചുമത്തുന്ന നികുതിയാണ് വ്യക്തിഗത ആദായ നികുതി. ഇത് കേന്ദ്ര സർക്കാരാണ് പിരിക്കുന്നത്. ഈ നികുതി നിയമം 1961 പ്രകാരമാണ് ഈ നികുതി പിരിക്കുന്നത്. അപ്പോൾ ഒരു നിശ്ചിത വരുമാനത്തിന് മുകളിൽ വരുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്നാണ് ഈ നികുതി പിരിക്കുക. അടുത്ത് വരുന്ന പ്രത്യക്ഷ നികുതിയാണ് കോർപ്പറേറ്റ് നികുതി. കോർപ്പറേറ്റ് നികുതി എന്ന് പറഞ്ഞാൽ കമ്പനികളുടെ അറ്റ വരുമാനത്തിന്മേൽ അഥവാ ലാഭത്തിന്മേൽ ചുമത്തുന്ന നികുതിയാണ് കോർപ്പറേറ്റ് നികുതി. അപ്പോൾ ഒരു കമ്പനി ഉണ്ടെങ്കിൽ അതിൻ്റെ വരുമാനത്തിന്മേൽ, അല്ലെങ്കിൽ ആ ഒരു കമ്പനിയുടെ പ്രവർത്തനങ്ങളിൽ കിട്ടുന്ന ലാഭത്തിന്മേൽ ചുമത്തുന്ന നികുതിയാണ് കോർപ്പറേറ്റ് നികുതി. അപ്പോൾ പ്രത്യക്ഷ നികുതി എന്ന് പറഞ്ഞാൽ ആരാണോ നികുതി ചുമത്തുന്നത് അയാൾ അറിഞ്ഞുകൊണ്ട് അടയ്ക്കുന്നതാണ് പ്രത്യക്ഷ നികുതി. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രത്യക്ഷ നികുതികൾ എന്ന് വെച്ചാൽ: 1 വ്യക്തിഗത ആദായ നികുതി, 2 കോർപ്പറേറ്റ് നികുതി, 3 ഭൂനികുതി, 4 കെട്ടിട നികുതി, 5 ഗിഫ്റ്റ് ടാക്സ്. ഒന്നുകൂടി: പ്രത്യക്ഷ നികുതി എത്ര ടൈപ്പുണ്ട്? വ്യക്തിഗത ആദായ നികുതിയുണ്ട്, കോർപ്പറേറ്റ് നികുതിയുണ്ട്, ഭൂനികുതി, കെട്ടിട നികുതി, ഗിഫ്റ്റ് ടാക്സ് എല്ലാം പ്രത്യക്ഷ നികുതിയിൽ പെടുന്നതാണ്.
അപ്പോൾ ഇനി പറയുന്നത് പരോക്ഷ നികുതി. ഒരാളിൽ ചുമത്തപ്പെടുന്ന നികുതിയുടെ ഭാരം മറ്റൊരാളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതാണ് പരോക്ഷ നികുതിയുടെ പ്രത്യേകത. പരോക്ഷ നികുതി എന്ന് പറഞ്ഞാൽ ഒരാളിൽ ചുമത്തപ്പെടുന്ന നികുതിയുടെ ഭാരം മറ്റൊരാളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതാണ് പരോക്ഷ നികുതിയുടെ പ്രത്യേകത. അതിൽ എക്സാമ്പിൾ ചരക്ക് സേവന നികുതി, അതാണ് GST, കസ്റ്റംസ് തീരുവ, എക്സൈസ് തീരുവ, വിനോദ നികുതി, വിൽപ്പന നികുതി, സെയിൽസ് ടാക്സ്, തൊഴിൽ നികുതി. അപ്പോൾ പരോക്ഷ നികുതിയിൽ വരുന്നത് ഒരാളിൽ ചുമത്തപ്പെടുന്ന നികുതിയുടെ ഭാരം മറ്റൊരാളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതാണ് പരോക്ഷ നികുതിയുടെ പ്രത്യേകത. ചരക്ക് സേവന നികുതി, GST, കസ്റ്റംസ് തീരുവ, എക്സൈസ് തീരുവ, വിനോദ നികുതി, വിൽപ്പന നികുതി, തൊഴിൽ നികുതി. അപ്പോൾ ഇവിടെ ഒരു കോഡ് ഉണ്ട് പഠിക്കാൻ. പരോക്ഷ നികുതി നമ്മൾ ഓർമ്മിച്ച് വെക്കുന്നത് എക്സ്ക്യൂസ് മീ എന്ന കോഡ് യൂസ് ചെയ്തിട്ടാണ്. എക്സ്ക്യൂസ് മീ എന്ന കോഡ്. അപ്പോൾ ഇതിൽ എക്സ് വരുന്നത് എക്സൈസ് തീരുവ വരും, പിന്നെ CU എന്നത് കസ്റ്റംസ്, പിന്നെ S സെയിൽസ് ടാക്സ്, പിന്നെ M പിന്നെ വരുന്നത് തൊഴിൽ നികുതി വരും, E വരുന്നത് എൻ്റർടൈൻമെൻറ്റ് ടാക്സ്, അതായത് വിനോദ നികുതി. പരോക്ഷ നികുതി എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ ചരക്ക് സേവന നികുതി, കസ്റ്റംസ് തീരുവ, എക്സൈസ് തീരുവ, വിനോദ നികുതി, വിൽപ്പന നികുതി, തൊഴിൽ നികുതി. അതിലാദ്യം പറയുന്നത് ചരക്ക് സേവന നികുതിയാണ്. ചരക്ക് സേവന നികുതി അഥവാ GSTൻ്റെ ഫുൾ ഫോം വരുന്നത് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ആണ് GST. കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റുകളും ചുമത്തിയിരുന്ന വിവിധ പരോക്ഷ നികുതികളെ ലയിപ്പിച്ച് 2017 ജൂലൈ 1 മുതൽ ഇന്ത്യയിൽ നിലവിൽ വന്ന ഏകീകൃത പരോക്ഷ നികുതി സമ്പ്രദായമാണ് GST. അപ്പോൾ GST നിലവിൽ വന്നത് 2017 ജൂലൈ 1. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ചുമത്തിയിരുന്ന വിവിധ പരോക്ഷ നികുതികളെ ലയിപ്പിച്ച് 2017 ജൂലൈ 1 മുതൽ ഇന്ത്യയിൽ നിലവിൽ വന്ന ഏകീകൃത പരോക്ഷ നികുതി സമ്പ്രദായമാണ് GST. ചരക്കുകളുടെയും സേവനങ്ങളുടെയും നിർമ്മാണം മുതൽ ഉപഭോഗം വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും നികുതി ചുമത്തപ്പെടുന്നു. ഓരോ ഘട്ടത്തിലും മൂല്യവർദ്ധനവ് ഉണ്ടാവുകയും അത് ഈടാക്കുകയും ചെയ്യുന്നു. ഇപ്രകാരം ഓരോ ഘട്ടത്തിലും ഉണ്ടാകുന്ന മൂല്യവർദ്ധനവിന് മാത്രമേ നികുതി ചുമത്തപ്പെടുന്നുള്ളൂ. ഉപഭോക്താവ് ആദ്യം അടച്ച നികുതികൾ പിന്നീട് നൽകേണ്ടതില്ല. ഒരു സാമ്പത്തിക വർഷത്തിലെ മൊത്തം വിറ്റുവരവ് 40 ലക്ഷം രൂപയിൽ കൂടുതലാണെങ്കിൽ നിലവിലുള്ള നിയമം അനുസരിച്ച് വ്യാപാരികൾ നിർബന്ധമായും GSTയിൽ രജിസ്ട്രേഷൻ എടുക്കേണ്ടതാണ്. അപ്പോൾ GSTയിൽ ലയിക്കപ്പെട്ട പ്രധാന നികുതികൾ ഏതൊക്കെയാണ്? GSTയിൽ ലയിക്കപ്പെട്ട പ്രധാനപ്പെട്ട നികുതികൾ കേന്ദ്ര എക്സൈസ് ഡ്യൂട്ടി, സേവന നികുതി, കേന്ദ്ര വിൽപ്പന നികുതി, സംസ്ഥാന മൂല്യവർദ്ധിത നികുതി, ആഡംബര നികുതി, പരസ്യ നികുതി, പ്രവേശന നികുതി, വിനോദ നികുതി. ഏതൊക്കെയാണ് GSTയിൽ ലയിക്കപ്പെട്ട പ്രധാന നികുതികൾ? കേന്ദ്ര എക്സൈസ് ഡ്യൂട്ടി, സേവന നികുതി, കേന്ദ്ര വിൽപ്പന നികുതി, സംസ്ഥാന മൂല്യവർദ്ധിത നികുതി, ആഡംബര നികുതി, പരസ്യ നികുതി, പ്രവേശന നികുതി, വിനോദ നികുതി. അപ്പോൾ GST ആദ്യമായി നടപ്പിലാക്കിയ രാജ്യം ഫ്രാൻസ്. അപ്പോൾ വേൾഡ് ബാങ്കിൽ നിന്ന് ആദ്യം കടമെടുത്ത രാജ്യവും ഫ്രാൻസാണ്. GST ആദ്യമായി നടപ്പിലാക്കിയ രാജ്യവും ഫ്രാൻസ്. സ്വതന്ത്ര ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഏറ്റവും വലിയ നികുതി പരിഷ്കാരം ഏതാണ്? സ്വതന്ത്ര ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഏറ്റവും വലിയ നികുതി പരിഷ്കാരമാണ് GST ഉദ്ഘാടനം ചെയ്തത് പ്രണബ് മുഖർജിയും നരേന്ദ്രമോദിയും കൂടി ചേർന്നാണ്. പ്രണബ് കുമാർ മുഖർജിയും നരേന്ദ്രമോദിയും കൂടി ചേർന്നാണ് GST ഉദ്ഘാടനം ചെയ്തത്. ഇന്ത്യയിൽ ഇരട്ട GST, അതായത് ഡുവൽ GST ആണുള്ളത്. അതായത് കേന്ദ്രവും സംസ്ഥാനവും ഒരുപോലെ GST ചുമത്തുന്നുണ്ട്.
അങ്ങനെയുള്ള ഒരു സംവിധാനമാണ് ഡുവൽ GST. അപ്പോൾ ഇന്ത്യയിൽ ഡുവൽ GST, ഇരട്ട GST ആണുള്ളത്. അപ്പോൾ ഇന്ത്യയെ കൂടാതെ ഡുവൽ GST ഉള്ള മറ്റ് രാജ്യങ്ങളാണ് കാനഡയും ബ്രസീലും. അപ്പോൾ ഡുവൽ GST ഉള്ള സംസ്ഥാനങ്ങൾ ഇന്ത്യ, കാനഡ, ബ്രസീൽ. GST ബിൽ പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ആസാം. അപ്പോൾ ആദ്യം നടപ്പിലാക്കിയ രാജ്യം ഫ്രാൻസ്, GST ആദ്യം നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ആസാം. 16 സംസ്ഥാനങ്ങളുടെ അനുമതി വേണം ബില്ല് പാസ്സാക്കാൻ. 16ാമത്തെ സംസ്ഥാനം ഒഡീഷയാണ്. ഈ GST ബില്ല് പാസ്സാക്കാൻ വേണ്ടിയിട്ട് 16 സംസ്ഥാനങ്ങളുടെ അനുമതി ആവശ്യമാണ്. 16ാമത്തെ സംസ്ഥാനം ഒഡീഷയാണ്. GST നമ്പറിലുള്ള അക്കങ്ങളുടെ എണ്ണം 15. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. GST നമ്പറിൽ ഉള്ള അക്കങ്ങളുടെ എണ്ണം 15. GST ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി. GST ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി 101-ാം ഭേദഗതി. GST ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി ബില്ല് 122-ാം ഭേദഗതി ബില്ല്. അപ്പോൾ GST ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി 101-ാം ഭേദഗതി. GST ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി ബില്ല് 122-ാം ഭേദഗതി ബില്ല്. അപ്പോൾ വിവിധതരം GST ഉണ്ട്. അപ്പോൾ GST വിവിധ തരം. കേന്ദ്ര ഗവൺമെൻറ് ചുമത്തുന്നത് സെൻട്രൽ GST, CGST എന്ന് പറഞ്ഞു. സംസ്ഥാന ഗവൺമെൻറ് ചുമത്തുന്നത് സ്റ്റേറ്റ് GST, SGST. ഈ നികുതികൾ ഉപഭോക്താക്കളിൽ നിന്നും ഒരുമിച്ച് പിരിച്ചെടുത്ത് കേന്ദ്രവും സംസ്ഥാനവും തുല്യമായി വീതിച്ചെടുക്കുന്നു. അപ്പോൾ ഈ CGSTയും SGSTയും സെൻട്രൽ GSTയും സ്റ്റേറ്റ് GSTയും ഉപഭോക്താക്കളിൽ നിന്ന് ഒരുമിച്ച് പിരിച്ചെടുക്കും. എന്നിട്ട് അവർ രണ്ടും തുല്യമായി വീതിച്ചെടുക്കുന്നു. ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനങ്ങളിലേക്ക് അന്തർ സംസ്ഥാന ക്രയവിക്രയങ്ങളുടെ മേൽ GST ചുമത്തുന്നതും പിരിക്കുന്നതും കേന്ദ്ര ഗവൺമെൻറ്റാണ്. ഇതാണ് ഇൻ്റഗ്രേറ്റഡ് GST. ഇതിലെ സംസ്ഥാന വീതം കേന്ദ്ര ഗവൺമെൻറ്റാണ് നൽകുന്നത്. അപ്പോൾ ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനങ്ങളിലേക്ക് ഒരു ക്രയവിക്രയം നടത്തുന്ന സമയത്ത് GST ചുമത്തുന്നതും അത് പിരിക്കുന്നതും കേന്ദ്ര ഗവൺമെൻറ്റാണ്. അപ്പോൾ ഒരു സംസ്ഥാനത്തിനുള്ളിലുള്ളത് പിരിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്റും മൊത്തമായിട്ട് പിരിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റുമാണ്. അപ്പോൾ ഒരു സംസ്ഥാനത്ത് നിന്ന് വേറൊരു സംസ്ഥാനത്തേക്കുള്ള ക്രയവിക്രയങ്ങളിലുള്ള GST പിരിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് ആയിരിക്കും. അപ്പോൾ ഈ കേന്ദ്ര ഗവൺമെൻറ് ഇതിന് സംസ്ഥാനത്തിൻ്റെ ആ ഒരു വിഹിതം കേന്ദ്ര ഗവൺമെൻറ് ആയിരിക്കും നൽകുക. ഇതാണ് ഇൻ്റഗ്രേറ്റഡ് GST. GST നിരക്കുകൾ. 4 സ്ലാബുകളായി നികുതി നിരക്കുകൾ GSTയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. GST നിരക്കുകൾ എന്ന് വെച്ചാൽ 4 സ്ലാബുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അത് 5%, 12%, 18% ആൻഡ് 28%. അപ്പോൾ 5%, 12%, 18%, 28%. GST നിരക്കുകൾ എത്ര സ്ലാബുകളായിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ 4 സ്ലാബുകളായിട്ട്. അതിൻ്റെ നികുതി നിരക്കുകൾ വരുന്നത് 5%, 12%, 18% ആൻഡ് 28%. അപ്പോൾ GST സമിതി, GST കൗൺസിൽ, അതിലുള്ള അംഗങ്ങളുടെ കാര്യമാണ് ഇനി പറയുന്നത്. ചെയർമാൻ, GST സമിതിയുടെ ചെയർമാനാണ് കേന്ദ്ര ധനകാര്യ മന്ത്രി. അതിലെ അംഗങ്ങൾ സംസ്ഥാന ചുമതലയുള്ള കേന്ദ്ര ധനകാര്യ സഹമന്ത്രിയും സംസ്ഥാനങ്ങളിലെ ധനകാര്യ മന്ത്രിമാരും. GST കൗൺസിലിലെ അംഗങ്ങൾ എന്ന് വെച്ചാൽ അതിൽ ചെയർമാൻ വരുന്നത് കേന്ദ്ര ധനകാര്യ മന്ത്രിയായിരിക്കും. പിന്നെ അംഗങ്ങൾ സംസ്ഥാന ചുമതലയുള്ള കേന്ദ്ര ധനകാര്യ സഹമന്ത്രി ഉണ്ടാവും. പിന്നെ സംസ്ഥാനങ്ങളിലെ ധനകാര്യ മന്ത്രിമാരും. ഈ GST സമിതി താഴെ പറയുന്ന കാര്യങ്ങളിൽ ശുപാർശകൾ നൽകുന്നു. ഏതൊക്കെ കാര്യങ്ങളിൽ? GSTയിൽ ലയിപ്പിക്കേണ്ട നികുതികൾ, സെസ്സുകൾ, സർചാർജുകൾ
എന്നിവയെക്കുറിച്ച് ശുപാർശ ചെയ്യുന്നു. പിന്നെ GST പരിധിയിൽ വരുത്തേണ്ടതും ഒഴിവാക്കേണ്ടതുമായ ചരക്കുകളും സേവനങ്ങളും, പിന്നെ നികുതി നിരക്കുകൾ നിശ്ചയിക്കൽ, ഒഴിവാക്കപ്പെട്ടിരിക്കുന്ന ചരക്കുകളും സേവനങ്ങളും GSTയിൽ ഉൾപ്പെടുത്തേണ്ട സമയം, മൊത്തം വിറ്റുവരവിൻ്റെ അടിസ്ഥാനത്തിലുള്ള നികുതി ഒഴിവിൻ്റെ പരിധി നിശ്ചയിക്കൽ. അപ്പോൾ GSTയിൽ ലയിപ്പിക്കേണ്ട നികുതികൾ എന്ന് പറഞ്ഞാൽ ഈ GST കൗൺസിൽ, GST സമിതി ഏതൊക്കെ കാര്യങ്ങളിലാണ് ശുപാർശ നൽകുന്നത്? GSTയിൽ ലയിപ്പിക്കേണ്ട നികുതികൾ, സെസ്സുകൾ, സർചാർജുകൾ, GST പരിധിയിൽ വരുത്തേണ്ടതും ഒഴിവാക്കേണ്ടതുമായ ചരക്കുകളും സേവനങ്ങളും, പിന്നെ നികുതി നിരക്കുകൾ നിശ്ചയിക്കൽ, ഒഴിവാക്കപ്പെട്ടിരിക്കുന്ന ചരക്കുകളും സേവനങ്ങളും GSTയിൽ ഉൾപ്പെടുത്തേണ്ട സമയം, പിന്നെ മൊത്തം വിറ്റുവരവിൻ്റെ അടിസ്ഥാനത്തിലുള്ള നികുതി ഒഴിവിൻ്റെ പരിധി നിശ്ചയിക്കൽ. ഇപ്പം നിലവിൽ GSTയുടെ പരിധിയിൽപ്പെടാത്ത ഉൽപ്പന്നങ്ങൾ, GST ഒഴിവാക്കിയ ഉൽപ്പന്നങ്ങൾ ഏത്? ഒഴിവാക്കിയ ഉൽപ്പന്നങ്ങൾ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ. നിലവിൽ GSTയുടെ പരിധിയിൽ ഉൾപ്പെടാത്ത ഉൽപ്പന്നങ്ങൾ ഒന്ന് വരുന്നത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ. അതിൽ തന്നെ അസംസ്കൃത പെട്രോളിയം, ഡീസൽ, പെട്രോൾ, പ്രകൃതിവാതകം, വിമാന ഇന്ധനം. അസംസ്കൃത പെട്രോളിയം, ഡീസൽ, പെട്രോൾ, പ്രകൃതിവാതകം, വിമാന ഇന്ധനം, ഇതൊക്കെ പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ വരുന്നതാണ്. പിന്നെ വൈദ്യുതി, മനുഷ്യ ഉപഭോഗത്തിനുള്ള മദ്യം. അപ്പോൾ ഇവയുടെ കാര്യത്തിൽ നിലവിലുള്ള നികുതി സംവിധാനം തുടരുന്നതാണ്. GSTയിൽ പെടാത്ത ഉൽപ്പന്നങ്ങൾ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ. ആ പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ തന്നെ അസംസ്കൃത പെട്രോളിയം, ഡീസൽ, പെട്രോൾ, പ്രകൃതിവാതകം, വിമാന ഇന്ധനം എന്നിവ പെടുന്നു. പിന്നെ വൈദ്യുതി, മനുഷ്യ ഉപഭോഗത്തിനുള്ള മദ്യം. ഈ കാര്യങ്ങളിലൊക്കെ നിലവിലുള്ള ആ ഒരു നികുതി നിയമം തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അടുത്ത് വരുന്നത് സർചാർജ് ആൻഡ് സെസ്. ഇപ്പോൾ സർചാർജ് എന്താണ്, സെസ് എന്താണ് എന്നാണ് അടുത്തത് പറയാൻ പോകുന്നത്. നികുതിയോടൊപ്പം സർക്കാരിന് വരുമാനം ലഭിക്കുന്ന മറ്റ് രണ്ട് സ്രോതസ്സുകളാണ് സർചാർജും സെസ്സും. സർചാർജ് എന്നാൽ നികുതിക്കുമേൽ ചുമത്തുന്ന അധിക നികുതിയാണ് സർചാർജ്. നികുതിക്കുമേൽ ചുമത്തുന്ന അധിക നികുതിയാണ് സർചാർജ്. ഒരു നിശ്ചിത കാലത്തേക്കാണ് സർചാർജ് ചുമത്തുന്നത്. സാധാരണ വരുമാന നികുതിയുടെ നിശ്ചിത ശതമാനമാണ് സർചാർജായി ഈടാക്കുന്നത്. നികുതിക്കുമേൽ ചുമത്തുന്ന അധിക നികുതിയാണ് സർചാർജ്. ഒരു നിശ്ചിത കാലത്തേക്കാണ് സർചാർജ് ചുമത്തുന്നത്. സാധാരണ വരുമാന നികുതിയുടെ നിശ്ചിത ശതമാനമാണ് സർചാർജായി ഈടാക്കുന്നത്. അടുത്തത് വരുന്നത് സെസ്. സർക്കാർ ചില പ്രത്യേക ആവശ്യങ്ങൾക്കായി ചുമത്തുന്ന അധിക നികുതിയാണ് സെസ്. ആവശ്യത്തിന് പണം ലഭിച്ചു കഴിഞ്ഞാൽ സെസ് നിർത്തലാക്കാം. വ്യക്തിഗത ആദായ നികുതിയോടൊപ്പം ചുമത്തുന്ന വിദ്യാഭ്യാസ സെസ് ഇതിനുദാഹരണമാണ്. സെസ് എന്ന് പറഞ്ഞാൽ സർക്കാർ ചില പ്രത്യേക ആവശ്യങ്ങൾക്കായി ചുമത്തുന്ന അധിക നികുതിയാണ് സെസ്. ആവശ്യത്തിന് പണം ലഭിച്ചു കഴിഞ്ഞാൽ സെസ് നിർത്തലാക്കാം. വ്യക്തിഗത ആദായ നികുതിയോടൊപ്പം ചുമത്തുന്ന വിദ്യാഭ്യാസ സെസ് ഇതിനുദാഹരണമാണ്. ഇപ്പോൾ കേന്ദ്ര സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സർക്കാരുകൾ ചുമത്തുന്ന ചില നികുതികളെക്കുറിച്ചാണ് അടുത്തത് പറയുന്നത്. അതിൽ കേന്ദ്ര സർക്കാർ ചുമത്തുന്ന നികുതികളാണ് കോർപ്പറേറ്റ് നികുതി, വ്യക്തിഗത ആദായ നികുതി, കേന്ദ്ര GST, സംയോജിത GST. കേന്ദ്ര സർക്കാർ ചുമത്തുന്നത് കോർപ്പറേറ്റ് നികുതി, വ്യക്തിഗത ആദായ നികുതി, കേന്ദ്ര GST, സംയോജിത GST. പിന്നെ സംസ്ഥാന സർക്കാർ ചുമത്തുന്ന ഭൂനികുതി, സ്റ്റാമ്പ് ഡ്യൂട്ടി, സംസ്ഥാന GST. ഭൂനികുതി, സംസ്ഥാന GST, സ്റ്റാമ്പ് ഡ്യൂട്ടി. പിന്നെ തദ്ദേശ സ്വയംഭരണ സർക്കാർ ഇത് പഞ്ചായത്ത് തല സമിതികൾ ചുമത്തുന്നത് വസ്തുനികുതി, തൊഴിൽ നികുതി. ഒന്ന് കേന്ദ്ര സർക്കാരിൻ്റേത് കോർപ്പറേറ്റ് നികുതി, വ്യക്തിഗത ആദായ നികുതി, കേന്ദ്ര GST, സംയോജിത GST. സംസ്ഥാന സർക്കാർ വരുമ്പോൾ ഭൂനികുതി, സ്റ്റാമ്പ് ഡ്യൂട്ടി,
സംസ്ഥാന GST, തദ്ദേശ സ്വയംഭരണ സർക്കാർ, വസ്തുനികുതി, തൊഴിൽ നികുതി. അടുത്തത് ഡിസ്കസ് ചെയ്യുന്നത് നികുതി ഇതര വരുമാന സ്രോതസ്സുകളെ കുറിച്ചാണ്. നികുതി ഇതര വരുമാന സ്രോതസ്സുകളിൽ വരുന്നത് ആദ്യം ഫീസ്. നമ്മൾ ഇത്രയും സമയം ഡിസ്കസ് ചെയ്ത് നികുതികളെ കുറിച്ചാണ്. ഇത് പൊതു വരുമാനത്തിൽ വരുന്നത് നികുതി വരുമാനമുണ്ട്, നികുതി ഇതര വരുമാനമുണ്ട്. നികുതി വരുമാനത്തിൽ വരുന്നതാണ് പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതിയും ബാക്കിയുള്ള സെസ്സും സർചാർജും ഒക്കെ. അപ്പോൾ നികുതി ഇതര വരുമാന സ്രോതസ്സുകളെ കുറിച്ചാണ് ഇനി പറയുന്നത്. നികുതി ഇതര വരുമാന സ്രോതസ്സുകളിൽ ആദ്യം വരുന്നത് ഫീസ്. ഫീസ് സർക്കാർ സേവനങ്ങൾക്കുള്ള പ്രതിഫലമായി ഈടാക്കുന്ന തുക. ലൈസൻസ് ഫീസ്, രജിസ്ട്രേഷൻ ഫീസ്, ട്യൂഷൻ ഫീസ് തുടങ്ങിയവ ഇതിന് ഉദാഹരണങ്ങളാണ്. പിന്നെ വരുന്നത് ഫൈനും പെനാൽറ്റിയും. നിയമം ലംഘിക്കുന്നതിന് നൽകുന്ന ശിക്ഷയാണ് ഫൈനും പെനാൽറ്റിയും. ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ് ഈ പെനാൽറ്റി എന്നൊക്കെ വരുന്നത്. അപ്പോൾ ഫീസ് എന്ന് പറഞ്ഞാൽ സർക്കാർ സേവനങ്ങൾക്കുള്ള പ്രതിഫലമായി ഈടാക്കുന്ന തുക. ലൈസൻസ് ഫീസ്, രജിസ്ട്രേഷൻ ഫീസ്, ട്യൂഷൻ ഫീസ് തുടങ്ങിയവ ഉദാഹരണങ്ങളാണ്. പിന്നെ വരുന്നത് ഫൈനും പെനാൽറ്റിയും. നിയമം ലംഘിക്കുന്നതിന് നൽകുന്ന ശിക്ഷയാണ് ഫൈനും പെനാൽറ്റിയും. അടുത്ത് വരുന്നത് ഗ്രാൻറ്റ്. ഒരു പ്രത്യേക ലക്ഷ്യം നിറവേറ്റുന്നതിനായി സർക്കാരോ സ്ഥാപനങ്ങളോ നൽകുന്ന സാമ്പത്തിക സഹായമാണ് ഗ്രാൻറ്റ്. ഒരു പ്രത്യേക ലക്ഷ്യം നിറവേറ്റുന്നതിനായി സർക്കാരോ സ്ഥാപനങ്ങളോ നൽകുന്ന സാമ്പത്തിക സഹായമാണ് ഗ്രാൻറ്റ്. എക്സാമ്പിൾ: കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തദ്ദേശ സ്വയംഭരണ സർക്കാരുകൾക്ക് ഗ്രാൻറ്റുകൾ നൽകുന്നു. അടുത്ത് വരുന്നത് പലിശ. സർക്കാർ വിവിധ സംരംഭങ്ങൾക്കും ഏജൻസികൾക്കും രാജ്യങ്ങൾക്കും നൽകുന്ന വായ്പയാണ് പലിശ. പലിശ എന്ന് പറഞ്ഞാൽ സർക്കാർ വിവിധ സംരംഭങ്ങൾക്കും ഏജൻസികൾക്കും രാജ്യങ്ങൾക്കും നൽകുന്ന നൽകുന്ന വായ്പകൾക്ക് പലിശ ലഭിക്കുന്നു. ലാഭം. സർക്കാർ നടത്തുന്ന സംരംഭങ്ങളിൽ നിന്നുള്ള അറ്റ വരുമാനമാണ് ലാഭം. അതായത് എക്സാമ്പിൾ ഇന്ത്യൻ റെയിൽവേയിൽ നിന്നുള്ള ലാഭമൊക്കെ ഇതിൽ വരുന്നു. അപ്പോൾ നികുതി ഇതര വരുമാന സ്രോതസ്സുകൾക്ക് എക്സാമ്പിൾസാണ് ഫീസ്, ഫൈനും പെനാൽറ്റിയും, ഗ്രാൻറ്റ്, പലിശ, ലാഭം. ഇനി വരുന്നത് പൊതുകടത്തെക്കുറിച്ചാണ്. പൊതുകടം എന്ന് പറഞ്ഞാൽ സർക്കാർ വാങ്ങുന്ന വായ്പകളാണ് പൊതുകടം. സർക്കാർ പൊതു ആവശ്യങ്ങൾക്ക് വാങ്ങുന്ന കടമാണ് പൊതുകടം. അതിൽ വരുന്നത് ആഭ്യന്തര കടം. രാജ്യത്തിനകത്ത് നിന്ന് വാങ്ങുന്ന കടമാണ് ആഭ്യന്തര കടം. വിദേശ കടം എന്ന് പറഞ്ഞാൽ വിദേശ ഗവൺമെൻറ്റുകളിൽ നിന്നും അന്തർദേശീയ സ്ഥാപനങ്ങളിൽ നിന്നും വാങ്ങുന്ന വായ്പ. വിദേശ ഗവൺമെൻറ്റുകളിൽ നിന്നും അന്തർദേശീയ സ്ഥാപനങ്ങളിൽ നിന്നും വാങ്ങുന്ന വായ്പയാണ് വിദേശ കടം. ആഭ്യന്തര കടം എന്ന് പറഞ്ഞാൽ രാജ്യത്തിനകത്ത് നിന്ന് വാങ്ങുന്ന കടം. പൊതുധനകാര്യം. പൊതുധനകാര്യം എന്ന ടോപ്പിക്കിൽ വരുന്നത് പൊതുവരുമാനം, പൊതുചെലവ്, പൊതുകടം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സാമ്പത്തിക ശാസ്ത്ര ശാഖയാണ് പൊതുധനകാര്യം. പൊതുധനകാര്യ സംബന്ധമായ കാര്യങ്ങൾ ബജറ്റിലൂടെയാണ് പ്രതിപാദിക്കുന്നത്. പൊതുധനകാര്യം എന്ന് വരുന്നത് പൊതുവരുമാനം, പൊതുചെലവ്, പൊതുകട എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സാമ്പത്തിക ശാസ്ത്ര ശാഖയാണ് പൊതുധനകാര്യം. പൊതുധനകാര്യ സംബന്ധമായ കാര്യങ്ങൾ ബജറ്റിലൂടെയാണ് പ്രതിപാദിക്കുന്നത്. ഇനി പറയുന്നത് ബജറ്റിനെ കുറിച്ചാണ്. ബജറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സാമ്പത്തിക വർഷത്തിൽ സർക്കാർ പ്രതീക്ഷിക്കുന്ന വരവും ചെലവും വിശദമാക്കുന്ന ധനകാര്യ രേഖയാണ് ബജറ്റ്. ബജറ്റിൻ്റെ അകത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കുറേ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ബജറ്റ് നല്ല വൃത്തിയിൽ പഠിക്കാൻ ശ്രമിക്കുക. ഇതിൽ ഒരു സാമ്പത്തിക വർഷത്തിൽ സർക്കാർ പ്രതീക്ഷിക്കുന്ന വരവും ചെലവും വിശദമാക്കുന്ന ധനകാര്യ രേഖയാണ് ബജറ്റ്. അപ്പോൾ ഒരു സാമ്പത്തിക വർഷം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എപ്പോൾ മുതൽ എത്ര വരെയാണ്? ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ. സാമ്പത്തിക വർഷം ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ. അതിൽ ബജറ്റിൽ സന്തുലിത ബജറ്റ് എന്ന് പറഞ്ഞാൽ വരുമാന ചെലവും ഒരുപോലെ ആയിരിക്കും. വരുമാനം ഈക്വൽ ടു ചെലവ്. അപ്പം മിച്ച ബജറ്റ് എന്ന് വെച്ചാൽ വരുമാനം ചെലവിനേക്കാൾ
കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് മിച്ചം ഉണ്ടാവും വെക്കാൻ. അപ്പോൾ കമ്മി ബഡ്ജറ്റ് എന്ന് വെച്ചാൽ ചിലവ് വരുമാനത്തേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ പൈസ നമ്മളെ ആവശ്യത്തിനുള്ള പൈസ കമ്മിയായിരിക്കും. അതുകൊണ്ടായിരിക്കും കമ്മി ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സന്തുലിത ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ വരുമാനം ചിലവിന് ഈക്വലായിരിക്കും. മിച്ച ബഡ്ജറ്റ് എന്ന് വെച്ചാൽ വരുമാനം കൂടുതലായിരിക്കും ചിലവിനേക്കാളും. കമ്മി ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ വരുമാനം ചിലവിനേക്കാൾ കുറവായിരിക്കും. ഇന്ത്യയുടെ 2017-2018 ബജറ്റിൽ പ്രധാന ചെലവിനങ്ങളിൽ ചെലവ് കൂടുതൽ ഏതിനത്തിനാണ്? പലിശയും തിരിച്ചടവും. ഇതും PYQ ആണ്. ഇന്ത്യയുടെ 2017-2018 ബജറ്റിൽ പ്രധാന ചെലവിനങ്ങളിൽ ചെലവ് കൂടുതൽ ഏത് ഇനത്തിനാണ്? പലിശയും തിരിച്ചടവും. അപ്പോൾ സെക്കൻഡ് പൊസിഷനിൽ വരുന്നത് പ്രതിരോധം, തേർഡ് പൊസിഷനിൽ സബ്സിഡികൾ, ഫോർത്ത് പെൻഷൻ. അപ്പോൾ ഏത് ചെലവ് കൂടുതൽ ഏതിനത്തിനാണ്? പലിശയും തിരിച്ചടവും. 2017-18 ബജറ്റിൽ പലിശയും തിരിച്ചടവും, സെക്കൻഡ് പ്രതിരോധം, പിന്നെ തേർഡ് സബ്സിഡികൾ, ഫോർത്ത് പെൻഷൻ. അപ്പോൾ കേന്ദ്ര ബജറ്റ് 2017-2018 നികുതി വരുമാനത്തെക്കുറിച്ച് പറയുമ്പോൾ കൂടുതൽ നികുതി വരുമാനം കിട്ടിയിരിക്കുന്നത് കോർപ്പറേറ്റ് നികുതിയിൽ നിന്നാണ്. പിന്നെ കൂടുതൽ നികുതി ഇതര വരുമാനം കിട്ടിയിരിക്കുന്നത് ലാഭത്തിൽ നിന്ന്. അപ്പോൾ 2017-18 കേന്ദ്ര ബജറ്റിലെ ചെലവ് കൂടുതൽ, പ്രധാന ചെലവിനങ്ങളിൽ ചെലവ് കൂടുതൽ പലിശയും തിരിച്ചടവും. പിന്നെ നികുതി വരുമാനത്തിൽ കോർപ്പറേറ്റ് നികുതി, കൂടുതൽ നികുതി ഇതര വരുമാനം ലഭിച്ചത് ലാഭത്തിൽ നിന്ന്. അപ്പോൾ കേന്ദ്ര സർക്കാരിന് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന സ്രോതസ്സ് ഏതാണ്? നികുതി. കേന്ദ്ര സർക്കാരിന് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന സ്രോതസ്സ് നികുതി. ഇനി നമ്മൾ ഇത് പറയാൻ പോകുന്ന ബജറ്റിനെ കുറിച്ച് ഉള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ എക്സ്ട്രാ പോയിൻറ്റ്സ് ആണ്. ബജറ്റിനെ കുറിച്ച് പറയുന്ന ഭരണഘടനാ അനുച്ഛേദം 112. ഭരണഘടനയിൽ ബജറ്റ് എന്നതിന് പകരം എന്താണുള്ളത്? ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, വാർഷിക ധനകാര്യ പ്രസ്താവന എന്നാണ് കൊടുത്തിട്ടുള്ളത്. അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ബജറ്റിനെ കുറിച്ച് പറയുന്ന ഭരണഘടനാ അനുച്ഛേദം 112. ഭരണഘടനയിൽ ബജറ്റ് എന്നതിന് പകരം ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, വാർഷിക ധനകാര്യ പ്രസ്താവന. ഇന്ത്യൻ ബജറ്റിൻ്റെ പിതാവ് PC മഹലനോബിസ്. ഇന്ത്യൻ ബജറ്റിൻ്റെ പിതാവ് PC മഹലനോബിസ്. ഇന്ത്യയിൽ ആദ്യമായി ബജറ്റ് അവതരിപ്പിച്ചത് ജെയിംസ് വിൽസൺ 1860. ഇന്ത്യയിൽ ആദ്യമായി ബജറ്റ് അവതരിപ്പിച്ചത് ജെയിംസ് വിൽസൺ 1860. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ബജറ്റ് അവതരിപ്പിച്ചത് RK ഷൺമുഖം ചെട്ടി. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ബജറ്റ് അവതരിപ്പിച്ചത് RK ഷൺമുഖം ചെട്ടിയാണ്. പിന്നെ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം ആദ്യമായി ബജറ്റ് അവതരിപ്പിച്ചത് ഡോക്ടർ ജോൺ മത്തായി. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ബജറ്റ് അവതരിപ്പിച്ചത് RK ഷൺമുഖം ചെട്ടി. ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം ബജറ്റ് അവതരിപ്പിച്ചത് ഡോക്ടർ ജോൺ മത്തായി. ഇന്ത്യൻ ലോക്സഭയിൽ ബജറ്റ് അവതരിപ്പിച്ച ആദ്യ വനിത ഇന്ദിരാഗാന്ധി. ഇന്ത്യൻ ലോക്സഭയിൽ ബജറ്റ് അവതരിപ്പിച്ച ആദ്യ വനിത ഇന്ദിരാഗാന്ധി. അപ്പോൾ ഇന്ത്യൻ ലോക്സഭയിൽ ബജറ്റ് അവതരിപ്പിച്ച രണ്ടാമത്തെ വനിത നിർമ്മല സീതാരാമൻ സെക്കൻഡ്. സമ്പൂർണ്ണ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ആദ്യ വനിത നിർമ്മല സീതാരാമൻ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച വ്യക്തി മൊറാർജി ദേശായി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച വ്യക്തി മൊറാർജി ദേശായി. കേരളത്തിലെ ബജറ്റ് ആദ്യമായി അവതരിപ്പിച്ചത് C. അച്യുതൻ. കേരളത്തിലെ ബജറ്റ് ആദ്യമായി അവതരിപ്പിച്ചത് C. അച്യുതൻ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചത് KM മാണി. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചത് KM മാണി. എത്ര തവണ? 13 തവണ. കേരളത്തിൽ ബജറ്റ് അവതരണത്തിൽ ഏറ്റവും കൂടുതൽ സമയം പ്രസംഗിച്ചത് തോമസ് ഐസക്.
കേരളത്തിൽ ബജറ്റ് അവതരണത്തിൽ ഏറ്റവും കൂടുതൽ സമയം പ്രസംഗിച്ചത് തോമസ് ഐസക്. ധനനയം. ഇനി പറയുന്നത് ധനനയത്തിൽ വരുന്നത് പൊതുവരുമാനം, പൊതുചെലവ്, പൊതുകടം എന്നിവയെ സംബന്ധിച്ച സർക്കാർ നയമാണ് ധനനയം. ഇത് നടപ്പാക്കുന്നത് ബജറ്റിലൂടെയാണ്. പൊതുവരുമാനം, പൊതുചെലവ്, പൊതുകടം എന്നിവയെ സംബന്ധിച്ച സർക്കാർ നയങ്ങളാണ് ധനനയങ്ങൾ. ഇത് നടപ്പാക്കുന്നത് ബജറ്റിലൂടെയാണ്. ഇനി പറയുന്നത് പണപ്പെരുപ്പം. അപ്പോൾ പണപ്പെരുപ്പത്തിന് ഉണ്ടായാൽ കമ്പോളങ്ങളിലെ സാധനങ്ങളുടെ വില വർധന, നികുതി കൂടും, ചെലവ് ചുരുക്കുന്നു. പണച്ചുരുക്കത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കമ്പോളങ്ങളിലെ സാധനങ്ങളുടെ വില ഇടിയും, നികുതി കുറയും, ചെലവ് കൂടുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയാനുള്ളത്.